പ്രിയമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കഥാപ്രസംഗത്തിൽ നിന്ന് പറഞ്ഞ കുറച്ച് ഈരടികൾ, കുറേ പാട്ടുകൾ ഞാൻ പാടി പൂർത്തീകരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. എൻ്റെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ കൊണ്ടാണ് താമസിച്ചത് പോയത്. ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നത് ഞാൻ എഴുതിയ കുറേ കവിതകളിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയ 4-5 കവിതകൾ ആലപിക്കുവാനാണ്. ആദ്യമായി ചൊല്ലുന്നത് ഗുരുകുലം എന്ന ഒരു കവിത. ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കവിയും കലാകാരനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ ഒരു സഹൃദയനായ ശ്രീ ഹരിദാസ് പല്ലാരിമംഗലം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് മുമ്പ് ഒരു ട്യൂട്ടോറിയൽ സ്ഥാപനം തടത്തിലാലിൽ നടത്തുകയുണ്ടായി. അന്ന് എൻ്റെ മകൻ അവിടെ ട്യൂഷൻ പഠിക്കുന്നുണ്ടായിരുന്നു. ആ ട്യൂട്ടോറിയലിൻ്റെ വാർഷികത്തിന് എൻ്റെ മകനെ ആലപിക്കുവാൻ ഗുരുകുലം എന്ന പേരിൽ ഞാനൊരു കവിത എഴുതി. ആ ട്യൂട്ടോറിയലിൻ്റെ പേരും ഗുരുകുലം എന്നായിരുന്നു. അതുകൊണ്ടാണ് ആ ഗുരുകുലം ചേർത്തത്. ആ കവിതയാണ് ഞാനിന്നിവിടെ ആലപിക്കുന്നത്. ഗുരുകുലമിന്നെൻ്റെ ബാല്യകൗമാരത്തിൻ പക്വതയെത്തിടാ ചിത്തത്തിലായി, അറിവിനൊരക്ഷയത്തേൻ കണമിറ്റിച്ചൻ അകതാരിൽ അനുപമ മധുരം നൽകേ. ഭൂതകാലത്തിൻ്റെ വിസ്മയം തുടിച്ചൊര ചരിതം പഠിച്ചിടേ ഗുരുനാഥർ പഠിപ്പിക്കേ. കാലത്തിന് യവനികയ്ക്കുള്ളിൽ മറഞ്ഞൊര സഹസ്ര സംവത്സരങ്ങളിലൂടവേ, അറിയുന്നു ഞാൻ ഇന്നൻ മാതൃഭൂമി തൻ വിശ്വം നിറഞ്ഞൊരാ പ്രാമാണികത്വത്തെ. അറിയുന്നു ഞാൻ ഇന്നൻ മാതൃഭൂമി തൻ വിശ്വം നിറഞ്ഞൊരാ പ്രാമാണികത്വത്തെ. ജ്ഞാനവൃദ്ധന്മാരമ്മ മുനി വൃന്ദങ്ങള കാനന ഛായാതലേ പർണകുടീരം കെട്ടി, ആദി സംസ്കാരത്തിന് അസ്തിത്വം ചമച്ചിടാൻ ഏകിയവർ തങ്ങൾ തന്നെ ആത്മാവിൻ ശക്തിയും ചൈതന്യവും. വായ്മൊഴിയായി വരമൊഴിയായി അടവിതൻ നിഗൂഢതകളിൽ ഒരു സാന്ദ്ര സംഗീതമദ്രധ്വനിയായി, ആ തപോവന നികുഞ്ചങ്ങളിൽ നിന്നുയിർ കൊണ്ടു വളർന്നതല്ലേ നളന്തയും തക്ഷശിലയും പെരുവയാൽ. അന്വർത്ഥമാകട്ടെ അനുദിനം ഞങ്ങൾ പഠിച്ചിടും ഈ ഗുരുകുലം. ഗുരുശിഷ്യ ബന്ധത്തിന് ഊഷ്മള ഭാവങ്ങൾ വിരചിതമാകട്ടെ, വിജയം വരിക്കട്ടെ. നാനാർത്ഥത്തിൽ ഏകത്വം ദർശിക്കാൻ പ്രാപ്തരായി ഭവിക്കട്ടെ ഞങ്ങൾ തൻ ഗുരുക്കളാൽ. എന്നും പ്രാപ്തരായി ഭവിക്കട്ടെ ഞങ്ങൾ തൻ ഗുരുക്കളാൽ. ഗുരുകുലം ഇവിടെ പൂർണ്ണമായി.